الله عفوك إني للنور مدت يداي نزعت أسرار قلبي وجئت ألقي أساي. അസ്സലാമു അലൈക്കും. വെള്ളി വെളിച്ചത്തിലേക്ക് സ്വാഗതം. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അൽഫായിസീന ബിർളല്ലാഹ്. ആഹ്ലാദം, ആനന്ദം, ആഘോഷം, സ്നേഹപ്രകടനങ്ങൾ, ഇത് പെരുന്നാളിൻ്റെ ധന്യതയാണ്, മുഖമുദ്രയാണ്. ഒപ്പം തികഞ്ഞ ഭക്തി, തഖ്വ. പെരുന്നാൾ ദിനത്തിൽ ഇത് നിറഞ്ഞു നിൽക്കണം. ഈദുൽ അദ്ഹ ദിനത്തിൽ ഏറ്റവും പുണ്യകരമായി ചെയ്യപ്പെടുന്ന കർമ്മങ്ങളിൽ പ്രധാന സ്ഥാനത്തുള്ളത് ബലികർമ്മമാണെന്ന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിൽ കാണാം. ഇതിൻ്റെ ചരിത്ര പശ്ചാത്തലം നാം സംവത്സരങ്ങൾക്ക് മുമ്പ് തിരിഞ്ഞു നോക്കുമ്പോൾ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ത്യാഗനിർഭരമായ ചരിതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു. ദാമ്പത്യത്തിൽ മക്കളുണ്ടായിരുന്നില്ല. റബ്ബി ഹബ്ലി മിനസ് സ്വാലിഹീൻ, രക്ഷിതാവായ അല്ലാഹുവേ, സജ്ജനങ്ങൾപ്പെട്ട സന്താനത്തെ എനിക്ക് നൽകണമേ. പ്രവാചകന്റെ പ്രാർത്ഥന ഖുർആൻ പരിചയപ്പെടുത്തുകയാണ്. വാർദ്ധക്യത്തിൽ ഇസ്മായിൽ എന്ന പുത്രൻ ലഭിക്കുകയാണ്. നോക്കൂ, പടച്ചവന്റെ പരീക്ഷണം സ്വപ്ന ദർശനത്തിലൂടെ മകനെ ബലി കഴിക്കാൻ നിർദ്ദേശിക്കുക. മകനെ വിളിച്ച് പിതാവ് പറയുന്ന ഒരു രംഗമുണ്ട്. ഇനി അറ ഫിൽ മനാമി അന്നി അദ്ബഹുക, മോനെ, നിന്നെ ബലി കഴിക്കാൻ സ്വപ്ന നിർദ്ദേശമുണ്ട്. മകന്റെ പ്രതികരണം നോക്കുക. യാ അബത്തി ഫഅൽ മാ തുഅ്മർ, ഓ പിതാവേ, അങ്ങയോട് എന്താ നിർദ്ദേശിക്കപ്പെട്ടത് അത് പ്രവർത്തിക്കാം, അതിൽ മടിക്കേണ്ടതില്ല. സത്തജൂനി ഇൻഷാ അല്ലാഹു മിനസ് സാബിരീൻ, ഞാൻ ക്ഷമാശീലനായിരിക്കും. വെപ്രാളമോ വേചാരമോ പ്രതികൂല മറുപടിയോ ഒന്നും ഇല്ല. അതെ, പിതാവും മകനും ഒരു റൂട്ടീൻ. പടച്ചവൻ ഒരു കൽപ്പന നൽകിയാൽ പിന്നെ അവിടെ തിരിഞ്ഞു നോക്കുന്ന പ്രശ്നമില്ലല്ലോ. താഴ്വര, അത്യുജ്വലമായ സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുകയല്ലേ. മകനറക്കാൻ ഇതാ ശ്രമങ്ങൾ നടക്കുന്നു. പടച്ചവന്റെ സന്ദേശമുണ്ടായി. ഓ, സ്വപ്ന സാക്ഷാത്കാരം ചെയ്തല്ലോ, ഇനി അറക്കേണ്ടതില്ല എന്നർത്ഥത്തിൽ. പകരം ആടിനെ ബലി കഴിക്കുകയാണ്. ഈ ചരിത്രത്തിൻ്റെ പുനരാവിഷ്കാരങ്ങളാണല്ലോ ഈദുൽ അദ്ഹയോടനുബന്ധിച്ച് നടക്കുന്ന ബലികർമ്മം. അതെ, ഇത് തഖ്വയാണ്. ഇതിലെല്ലാം നിറഞ്ഞു നിൽക്കുന്നത് ഭക്തിയാണെന്ന് ഖുർആൻ പറയുന്നു. ഒപ്പം ജനങ്ങൾക്കുള്ള ഭക്ഷണം. ചെറിയ പെരുന്നാളിന് ഈദുൽ ഫിത്തർ വേളയിൽ സക്കാത്തുൽ ഫിത്തർ ഉണ്ട്. അത് സസ്യാഹാരത്തിലേക്കാണ് സൂചന. വലിയ പെരുന്നാളിലെ ബലികർമ്മമാകട്ടെ, അത് മാംസാഹാരത്തിലേക്കും സൂചന നൽകുകയാണ്. രണ്ടും സമ്മിശ്രമാണല്ലോ മനുഷ്യ ജീവിതം. മനുഷ്യൻ്റെ നിലനിൽപ്പിനും ആരോഗ്യത്തിൻ്റെ ഘടനയ്ക്കും ഇതിൻ്റെയൊക്കെ സമന്വയം ആവശ്യം തന്നെയാണ്. ഒറ്റയ്ക്ക് ബലി കഴിക്കുന്നു, സംഘം ചേർന്നും ഷെയർ ചേർന്നും ബലി കഴിക്കുന്നു. പെരുന്നാൾ നിസ്കാരം ഖുതുബയ്ക്ക് കഴിഞ്ഞിട്ടാണ് ഏറ്റവും ഉത്തമമായ സമയം. അയ്യാമു തശ്രീഖിൻ്റെ അവസാന സമയം വരെയും ഇത് നിർവഹിക്കാവുന്നതാണ്. അതാ ഭക്തി നോക്കുക. പടച്ചവൻ്റെ തക്ബീറുകൾ. ദുൽഹജ്ജയുടെ പിറവി മുതൽ ഉളുഹിയത്തിൻ്റെ യോഗ്യതയുള്ള മൃഗങ്ങളെ കണ്ടാൽ തക്ബീർ ചൊല്ലൽ സുന്നത്തുണ്ട് എന്ന് നാം പഠിച്ചിട്ടുണ്ട്. നാം അത് ചെയ്യുന്നു. അതെ, അല്ലാഹു അക്ബർ. അറഫാ ദിനം സുബ്ഹി നിസ്കാരം മുതൽ അയ്യാമത്തെ ദുൽഹജ്ജ് 11, 12, 13 അയ്യാമത്തെ അവസാനം വരെയുള്ള എല്ലാ നിസ്കാരങ്ങൾക്കും ഉടനെ തക്ബീർ സുന്നത്താണല്ലോ. എല്ലാ സമയത്തും തക്ബീർ ചൊല്ലൽ സുന്നത്തുണ്ട്. അല്ലാഹുവാണ് വലിയവൻ, അല്ലാഹുവാണ് വലിയവൻ. ഈ പ്രഖ്യാപനമാണ് നാം നടത്തുന്നത്. വീടുകളിലും കുടുംബങ്ങളിലും പറമ്പുകളിലും വഴിയോരങ്ങളിലുമൊക്കെ ഈ തക്ബീർ ധ്വനികൾ ഉയരട്ടെ. പടച്ചവനോടുള്ള ഈ ഭക്തി എന്നും നിലനിൽക്കട്ടെ. ഒപ്പം ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം കാണിച്ചു തന്ന ആ ഭക്തിയുടെ മാർഗം ഇല്ല, ഞങ്ങൾ അതിൽ നിന്ന് പിന്നോട്ടില്ല എന്ന ഒരു പ്രഖ്യാപനവും ഈ ദിനത്തിലുണ്ടല്ലോ. പെരുന്നാൾ ദിനം കുളിച്ച് സുന്നത്തായ കുളി,
അതുപോലെ സുഗന്ധങ്ങൾ പുരട്ടുക, പുതുവസ്ത്രങ്ങൾ അണിയുക, ഇതെല്ലാം ചെയ്ത് പെരുന്നാൾ നിസ്കാരവും നിർവഹിക്കേണ്ടതാണ്. ഒറ്റയ്ക്കും കൂട്ടമായി ജമാഅത്തായി നിസ്കരിക്കാൻ തന്നെ ശ്രമിക്കുക. പുരുഷന്മാർ കഴിയുന്നതും പള്ളിയിൽ തന്നെ ചെല്ലുന്നതിൽ ഏറ്റവും ഉത്തമമാണ്. വീടുകളിലും കുടുംബങ്ങളോടൊത്ത് ആ നിസ്കാരം നിർവഹിക്കാവുന്നതാണ്. സാധാരണ നിന്ന് വ്യത്യസ്തമായി നിസ്കാരത്തിൽ ആദ്യത്തെ റക്അത്തിൽ വജ്ഹത്തു കഴിഞ്ഞാൽ 7 തക്ബീറുണ്ട്. ഓരോ തക്ബീറുകൾക്കിടയിലും സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. രണ്ടാം റക്അത്തിൽ 5 തക്ബീറുമുണ്ട്. അതെ, തക്ബീറുകൾ തന്നെ, തക്ബീർ ധ്വനികളാൽ പെരുന്നാൾ മുഖരിതമാകുമ്പോൾ അല്ലാഹുവേ നീയാണ് വലുത്, നീയാണ് വലുത്. ഉദ്ഹിയത്ത് അതൊരു മാംസവിതരണം കൂടിയാണല്ലോ, ജനങ്ങളുടെ ഭക്ഷണവുമായി മാറുമ്പോൾ പെരുന്നാൾ ദിനത്തിൽ ഇവിടെ എല്ലാവരും സുഭിക്ഷമായി കഴിയട്ടെ. ഏത് സമയത്തും ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ശ്രദ്ധ, മറ്റുള്ളവരുടെ ഭക്ഷിപ്പിക്കുക, സേവനം ചെയ്യുക, ഇത് മാനുഷിക മൂല്യങ്ങളുടെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്നെ ഭക്ഷണം കഴിക്കാൻ നോക്കുമ്പോൾ പുറത്തിറങ്ങി ആരെങ്കിലും ഭക്ഷണം കഴിക്കാത്തവരുണ്ടോ എന്ന് അതിഥികളെ വിളിച്ചു കൊണ്ടുവന്ന് ഭക്ഷണം കഴിക്കുന്ന പതിവ് ജീവിതത്തിൽ ഉണ്ടായിരുന്നു എന്ന് വരുമ്പോൾ, അതെ, പെരുന്നാളൊക്കെ സന്ദേശം നൽകുന്നത് നമ്മുടെ പ്രകൃതിയും നമ്മുടെ സാഹചര്യങ്ങളും മാനുഷിക കൂട്ടായ്മകളുമായി എപ്പോഴും ചേർന്ന് നിൽക്കണമെന്ന. ഇപ്പോൾ ആഗോള പരിസ്ഥിതി ദിനം അന്താരാഷ്ട്ര തലത്തിൽ ആഘോഷിക്കുകയാണല്ലോ. എന്താണ് അതിലും നിഴലിച്ച് നിൽക്കുന്നത്? ലോകത്തിൻ്റെ നിലനിൽപ്പ്, പ്രകൃതിയുടെ നിലനിൽപ്പ്, മനുഷ്യൻ്റെ നിലനിൽപ്പ്. ഇവിടെ ജലാശയങ്ങൾ ഉണ്ടാകണം, ഭൂമി നല്ല നിലക്ക് പരിപാലിക്കപ്പെടണം, വൃക്ഷങ്ങൾ ഉണ്ടാകണം. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, ഒരാൾ മുസ്ലിം അവൻ എന്തെങ്കിലും കുഴിച്ചിട്ട് അതിൽ നിന്ന് ഫയക്കുൽ മിൻഹു തൈറുൻ ഔ ഇൻസാൻ ഔ ബഹീമത്തുൻ, പക്ഷിയോ മനുഷ്യനോ മൃഗമോ ഭക്ഷിച്ചു, എന്നാൽ ഇല്ലാക്കാൻ ലഹു ബി സദഖ, അതൊരു പുണ്യകരമായ ധർമ്മമാണ് എന്ന് പഠിപ്പിക്കുകയാണല്ലോ. മരണശേഷം ഖബറിലായിരുന്ന അവസ്ഥയിൽ പുണ്യം ഒരാൾക്ക് കിട്ടുന്ന പ്രവാചകൻ എണ്ണിയ കൂട്ടത്തിൽ കാണാം അജിറ നെഹ്റൻ, അതെ, ഒരു സമുദ്രം അല്ലെങ്കിൽ പുഴ, തോട് നന്നാക്കി, അല്ലെങ്കിൽ ഒരു കിണർ കുഴിക്കാൻ അവസരമുണ്ടാക്കി, അവസരനൊഴി ദപ്പന വൃക്ഷം കുഴിച്ചിട്ടു. അതേ, വൃക്ഷങ്ങളും സസ്യങ്ങളുമൊക്കെ ഇവിടെ നന്നായി വളരണം, പ്രകൃതിയെ സംരക്ഷിക്കണം. ഇതെല്ലാം നമ്മെ പഠിപ്പിക്കുന്നതിന് പിന്നിൽ മനുഷ്യധർമ്മം നിർവഹിക്കലാകുമ്പോൾ പെരുന്നാൾ ഭക്തിയോടൊപ്പം സ്നേഹങ്ങളാണ്, സൗഹൃദങ്ങളാണ്, കുടുംബ ബന്ധങ്ങൾ നന്നായിട്ട് നിലനിൽക്കണം. പരസ്പരം അങ്ങുമിങ്ങും സ്നേഹ വായ്പകൾ പരസ്പരം ഉണ്ടാകണം. നമ്മുടെ സുഹൃത്തുക്കൾ തമ്മിലും അയൽവാസികൾ തമ്മിലും സ്നേഹബന്ധങ്ങൾ മെച്ചപ്പെടുത്താൻ എല്ലാ സമയത്തും, പ്രത്യേകിച്ച് പെരുന്നാൾ വേളകളിലുമൊക്കെ പരസ്പരം ശ്രദ്ധിക്കേണ്ടതുണ്ട്, ബദ്ധശ്രദ്ധയേണ്ടതുണ്ട്. ജഗന്യാന്താവേ അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും ഹൃദ്യമായ ബലിപെരുന്നാൾ ആശംസകൾ. അസ്സലാമു അലൈക്കും.